السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും സമാദരണീയരായ സാദാത്തുകൾ, പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, ഊർജ്ജസ്വലരായ സഹപ്രവർത്തകർ, നല്ലവരായ സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 ഏപ്രിൽ 24 രൂപം കൊണ്ട് സേവനപാതയിൽ സുദീർഘമായ 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയതിന്റെ ആഘോഷപ്പൊലിമയിലാണ്. പ്ലാറ്റിനം ഇയർ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടന ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാം മതം അത് അള്ളാഹുവിന്റെ മതമാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവന്റെ അടിമകളിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ച നിയമവ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള മതമാണ് ഇസ്ലാം. ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് ഒന്നാമത്തെ മുസ്ലിമും ഒന്നാമത്തെ പ്രവാചകരും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആരംഭിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ മനുഷ്യർക്കിടയിലുള്ള പ്രചണ്ഡമായ പ്രചാരണത്തിന് വേണ്ടി 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെയാണ് അല്ലാഹു തആല നിയോഗിച്ചത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനം ഏറ്റെടുത്തത് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമാണ്. ആ സ്വഹാബത്തുൽ കിറാമിന് ശേഷം മഹാന്മാരായ താബിഈങ്ങൾ ഏറ്റെടുത്തു. അവർക്ക് ശേഷം തബഉ താബിഈങ്ങൾ ഏറ്റെടുത്തു. മഹാന്മാരായ സ്വഹാബത്തിലൂടെ ലോകത്ത് പ്രചാരം ലഭിച്ച വിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം മനുഷ്യന്റെ സർവാത്മകമായ മോചനത്തിന് വേണ്ടിയുള്ള പ്രത്യയശാസ്ത്രമാണ്. കേവലം ഭൗതികമായ വിജയത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള പുരോഗതിക്ക് വിശുദ്ധമായ ഇസ്ലാം മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ധാർമ്മികതക്കും മൂല്യങ്ങൾക്കും വലിയ പ്രാമുഖ്യമാണ് വിശുദ്ധമായ ഇസ്ലാം നൽകുന്നത്. ഈ ധാർമ്മികതയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി അതിന് നേതൃത്വം നൽകുന്ന ഒരു സംഘം എക്കാലഘട്ടത്തിലും ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സുന്ദരമായ ഒരു വചനം നമുക്കറിയാം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഹഖിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ സുന്ദരമായ ആശയത്തിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും വരുത്താത്തൊരു പ്രസ്ഥാനം, അതിന് നേതൃത്വം നൽകുന്ന ഒരു സംഘം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന സംഘം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഖ്യമായ പ്രമേയം എന്ന് പറയുന്നത്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. വൽ അർള വദഅഹാ ലിൽ അനാം. മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ളത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വികസനം ആവശ്യമില്ല. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇവിടെ ആവശ്യമില്ല. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ലോകത്ത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ധാരാളം സംഘടനകൾ ഇന്നുണ്ട്, ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, ധാരാളം വിഭാഗങ്ങളുണ്ട്. അതൊക്കെയും ഇവിടെ ഉദയം ചെയ്തത് 13-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലാണ് അതിന് ശക്തി പ്രാപിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ച മതമാണ് ഇസ്ലാം. മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് വളരെ നന്നായിട്ട് വിവരിച്ച മതമാണ് ഇസ്ലാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം. മനുഷ്യ സമൂഹത്തെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു തന്നെ ബഹുമാനിച്ച വിഭാഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടാ. ആ മനുഷ്യന്റെ അവകാശങ്ങൾ ഒരിക്കലും ധ്വംസിക്കപ്പെട്ടുകൂടാ. മനുഷ്യന്റെ വിലയിടിയുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരാളിൽ നിന്നും ഉണ്ടാകരുതെന്ന് വിശുദ്ധമായ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ ഉത്തരവാദിത്തങ്ങളെ മറന്നുപോകുന്നവരാണ് ഇന്നത്തെ സമൂഹം. അവകാശങ്ങൾക്ക് വേണ്ടി നാം ശബ്ദമുയർത്തണം.
മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് ശബ്ദമുയർത്തിയത്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് വ്യക്തമായി പറഞ്ഞാൽ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന്, ഇരുണ്ട യുഗമെന്ന് പരിഹസിക്കുന്ന 6-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ചുള്ള ഉന്നതമായ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ആദ്യമായി നടന്നത്. നമ്മൾ അറിയണം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അറഫയിലെ ലക്ഷങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രൗഢമായ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ അമൂല്യമായി രേഖപ്പെടുത്തപ്പെട്ട പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ ഹബീബായ നബി തങ്ങൾ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജം ഇല്ലാ ബിത്തഖ്വ. അറബിക്ക് അനറബിയോളം മഹത്വമില്ല, കറുത്തവനേക്കാൾ വെളുത്തവന് മഹത്വമില്ല, മനുഷ്യരൊക്കെ സമന്മാരാണെന്നുള്ള സമത്വത്തിന്റെ ഉന്നതമായ പ്രഖ്യാപനം ലോകത്ത് ആദ്യമായിട്ട് മുഴങ്ങി കേട്ടത് അറഫയിൽ വെച്ചാണെങ്കിൽ, മാത്രമല്ല മനുഷ്യരൊക്കെ ഒന്നാണ്, അവർക്കിടയിൽ വിവേചനങ്ങൾ പാടില്ലെന്നുള്ള പ്രഖ്യാപനം. ഈ കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികളാണ്, ആദമാണെങ്കിൽ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ കുലമഹിമയുടെ പേരിൽ ആഭിജാത്യം നടിക്കേണ്ടവനല്ല, പെരുമ നടിക്കേണ്ടവനല്ല മനുഷ്യൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ആരാണോ ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അവനോട് ഭയഭക്തിയോടെ ജീവിക്കുന്നത്, അവനോ മാത്രമേ മഹത്വമുള്ളൂ എന്ന്, അത് മാത്രമേ മഹത്വത്തിന്റെ മാനദണ്ഡമുള്ളൂ എന്ന് ലോകത്തെ ഉന്നതമായ പ്രഖ്യാപനം പഠിപ്പിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നാം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടനകളും പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നാം മറന്നുപോയൊരു കാര്യമുണ്ട്. ഉത്തരവാദിത്തത്തെ കുറിച്ച് നാം ഇന്ന് ബോധപൂർവം വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഉണ്ടാകരുത്. മനുഷ്യന്റെ മഹത്വമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ നീതിപൂർണമായ സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാകണം, നീതി നിലനിൽക്കണം. വിശുദ്ധ ഖുർആൻ നീതിക്ക് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. സൂറത്തുൻ നഹ്ലിന്റെ 90-ാമത്തെ വാക്യത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഓരോ വെള്ളിയാഴ്ച പള്ളി മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന സുന്ദരമായ പ്രഖ്യാപനം, അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. നമ്മൾ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല. മാത്രമല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരായിട്ട് മനുഷ്യൻ മാറണം. ഇന്നത്തെ അവസ്ഥ എന്താണ്? നീതിപീഠങ്ങൾ അനീതിയുടെ കാവലാളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നവലോക ക്രമത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അനീതിയാണ്. ചീഫ് ജസ്റ്റിസുമാരിൽ നിന്ന് പോലും ഇൻജസ്റ്റിസ്, അനീതി പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീതിയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മുടെ കേരളം അപമാനഭാരത്തോടെ തലതാഴ്ത്തേണ്ടി വന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രാന്തപ്രദേശത്തെ പള്ളിയിൽ മുഅല്ലിമായിട്ട് ഉസ്താദായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട റിയാസ് മൗലവി, അദ്ദേഹം രാത്രി പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ ഇവിടെയുള്ള ചില ഖാബാലികർ പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ പ്രതികൾ 7 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം ലഭിക്കാത്തത്? തെളിവുകൾ അത്രമാത്രം ശക്തമായിരുന്നു. അങ്ങനെ പ്രതികൾക്ക് 7 കൊല്ലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇവിടെയുള്ള സെഷൻസ് കോടതി 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? നീതിപീഠങ്ങളിൽ നിന്ന് അനീതിയുടെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മറ്റൊന്നല്ല. ബാബരി മസ്ജിദ് 450 വർഷം ഏക ഇലാഹായ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ച ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർത്തില്ലേ ഇവിടെയുള്ള ഫാസിസ്റ്റുകൾ? എന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെയുള്ള നീതിപീഠം വ്യക്തമായിട്ട് പറഞ്ഞു, ബാബർ ചക്രവർത്തി അമ്പലം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്നതിന് യാതൊരു രേഖയുമില്ല. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, അതായത് പുരാവസ്തു ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിലും അവിടെ അമ്പലത്തിന്റെ യാതൊരു അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല. പള്ളി തകർത്തത് തികച്ചും ക്രിമിനൽ കുറ്റകൃത്യമാണ്. എന്നിട്ടും കോടതി പറയുകയാണ്, വിശ്വാസത്തിന്റെ കാരണത്താൽ ആ സ്ഥലം മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കണമെന്ന്. നീതിയുടെ കാവലാകേണ്ടുന്ന സുപ്രീം കോടതികൾ
എന്തിനു വേണ്ടിയാണ് ഇത്തരം അനീതികളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരു പള്ളി നഷ്ടപ്പെട്ടു എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതേ സമയത്ത് നീതി നമ്മുടെ രാജ്യത്ത് നിന്ന് അസ്തമിക്കുമ്പോ നാം വല്ലാതെ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ആഗോളതലത്തിലെ വിഷയം മറ്റൊന്നല്ലല്ലോ. ഫലസ്തീനിൽ പാവപ്പെട്ട മനുഷ്യർ 40,000-ഓളം വരുന്ന മനുഷ്യരെയാണ് കഴിഞ്ഞ 7 മാസത്തിൽ ഇസ്രായേലി കിങ്കരന്മാർ ക്രൂരമായിട്ട് കൊന്നുതള്ളിയത്. അവർ എന്ത് തെറ്റാ ചെയ്തത്? അവരെ മാനസികമായിട്ട് കീഴടക്കാൻ ഇന്നോളം ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അവരുടെ ഈമാനിക ആവേശത്തെ ഇല്ലായ്മ ചെയ്യാനോ മാനസികമായിട്ട് തകർക്കാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ലോകത്തുള്ള യുദ്ധ നിയമങ്ങൾക്കെതിരായിട്ട്, ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങൾക്കെതിരായിട്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിയമങ്ങൾക്കെതിരായിട്ട് ക്രൂരമായിട്ട് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുമ്പോ അതിനെതിരെ വിലയുയർത്താൻ പോലും ലോകത്തൊരു രാജ്യം പോലും മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് വന്നാൽ പോലും അതിനെ ചെവികൊള്ളാൻ ഇസ്രായേൽ തയ്യാറാകാത്ത പക്ഷം, പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമുക്ക് നീതി പ്രതീക്ഷിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇസ്രായേലിന് മേൽ യുദ്ധക്കുറ്റം ചുമത്തിയിട്ട് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ കഴിയാത്തത്? എന്ത് അനീതിയാണ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലുകളിലേക്ക് ബോംബ് വർഷിക്കുകയാണ്, സ്കൂളുകളിലേക്ക് മിസൈൽ വർഷിക്കുകയാണ്, അഭയാർത്ഥികൾ താമസിക്കുന്ന ക്യാമ്പുകളിലേക്ക് ക്രൂരമായിട്ട് ബോംബ് വർഷിച്ചുകൊണ്ട് ഓരോ സെക്കൻഡിലും മനുഷ്യരുടെ ജീവനുകളെ പൊലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ലോകത്തും അനീതിയാണ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിലാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന അതിശക്തമായ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരികമായ യുവജന പ്രസ്ഥാനം ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അരുതായ്മകൾ നിറഞ്ഞ കാലമാണ് ചുറ്റുഭാഗത്തുള്ളത്. എവിടെ നോക്കിയാലും അരുതായ്മകളാണ്. കെട്ടകാലമാണ് നാം അഭിസംബോധന ചെയ്യുന്നത്. അധാർമികതയുടെ ഉപാസകന്മാരായിട്ട് സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാലുഷ്യങ്ങൾ ധാർമ്മികതയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ കാലഘട്ടത്തിലാണ് സാമൂഹിക പ്രക്രിയകളിൽ സജീവ പങ്കാളികളാകുന്ന ഒരു സമൂഹത്തെ നാം ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നത്. സ്വയം സമർപ്പിതരായ, അച്ചടക്കമുള്ള, ത്യാഗസന്നദ്ധതയുള്ള യുവസംഘത്തെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. പ്ലാറ്റൂൺ അംഗങ്ങൾ, അവർ ഈ സമൂഹത്തിന് വലിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ 70 വർഷത്തിന്റെ സുന്ദരമായ ചരിത്രം നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് രൂപകൽപ്പന ചെയ്ത 950കളുടെ സാമൂഹിക പശ്ചാത്തലം കൂടി നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്താണത്? അന്നത്തെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യവും പട്ടിണിയും മാത്രം കൂടപ്പിറപ്പായിട്ടുള്ള കാലഘട്ടം. വിദേഹത്തിന്റെ ആളുകൾ അവർ ഇവിടെ പ്രചരിപ്പിച്ചത് മഹാന്മാരായ മഖദൂമി പണ്ഡിതന്മാർ, മഹാന്മാരായ സാദാത്തുക്കൾ ബുഖാറയിൽ നിന്നും, ഹദറമൗത്തിൽ നിന്നും, തരീമിൽ നിന്നും, യമനിൽ നിന്നും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന മഹാന്മാരായ അഹ്ലുൽ ബൈത്തിലെ സാദാത്തുക്കൾ, അവർ നടത്തിയ നവോത്ഥാന വിപ്ലവങ്ങളൊന്നും ഇവിടെ ഒരു ചലനമുണ്ടാക്കിയിട്ടില്ല. 920കൾക്ക് ശേഷം കേരള ഐക്യസംഘമാണ് നവോത്ഥാനത്തിന്റെ തിരികൊളുത്തിയത് എന്ന് പച്ച മലയാളത്തിൽ വഹാബികൾ, വിദേഹത്തിന്റെ ആളുകൾ എഴുതുന്ന വിധത്തിൽ അത്രമാത്രം ചരിത്രത്തെ വക്രീകരിക്കുന്ന ശ്രമം നടത്തിയപ്പോ അക്കാലഘട്ടത്തിലാണ് തന്റെ അടുത്തതോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് SYS സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടത്. ആ SYSന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഇല്ലായ്മകൾ മാത്രമാണ് അലങ്കാരമായിട്ട് കൊണ്ടു നടന്നിരുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം അന്ന് വളരെ പരിമിതമായിരുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു. എന്ന് ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്ത പട്ടിണി പാവങ്ങൾ ധാരാളം അധിവസിച്ചിരുന്ന നമ്മുടെ കേരളത്തിൽ അത്രയേറെ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമായിട്ട് മാത്രം മുന്നോട്ട് പോയിരുന്ന സമൂഹത്തെയാണ് ഇന്നത്തെ പോലെ യാത്രാ സംവിധാനങ്ങളില്ല, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്നത്തെ പോലെ ഡെവലപ്പ് ആയിട്ടില്ല, ടെലിഫോൺ പോലും വ്യാപകമാകാത്ത അക്കാലഘട്ടത്തിലാണ് ഈ സമൂഹത്തെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പ്രേരണയുമായിട്ട് SYS കടന്നു വരുന്നത്. ശൂന്യതയുടെയും വറുതിയുടെയും ഇല്ലായ്മയുടെയും കാലത്താണ് ശോഭനമായ ഭാവിയും ഭാസുരമായ ഭാവിയും നെയ്തെടുക്കാൻ സമസ്തയുടെ ഉലമാക്കൾ കർമ്മഘോതയിൽ ഇറങ്ങുന്നത്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ ആലിമീങ്ങൾ അവർ പഴഞ്ചന്മാരാണ്. സമൂഹത്തിന്റെ പുരോഗതിയോട് പുറംതിരിഞ്ഞു നിന്നവരാണ്, നവോത്ഥാനത്തിന് എതിര് നിന്നവരാണെന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഇവിടെയുള്ള ചില ഭൗതികന്മാരില്ലേ? ഞാൻ ചോദിക്കട്ടെ, വളരെ പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ കൈപിടിച്ച് സമൂഹത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് നയിച്ചത് കേരളത്തിലെ ആലിമീങ്ങളാണ്. അവർ പള്ളിയുടെ മൂലയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കിതാബോധി കൊടുത്തവർ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ, സാംസ്കാരിക വിനിമയങ്ങളിൽ സക്രിയമായിട്ട് അവർ ഇടപെട്ടിട്ടുണ്ട്. അവർ നടത്തിയ വിപ്ലവത്തിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നോക്കക്കാരായ പാർശ്വവൽകൃതരായ അവഗണനകൾ മാത്രം പേറേണ്ടി വന്ന ആളുകളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി സമസ്തയുടെ ആലിമീങ്ങൾ ചെയ്ത ശ്രമങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇന്ന് ഏപ്രിൽ 18 കേരളത്തിന്റെ ചരിത്രത്തിൽ അതുല്യമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നാന്ദി കുറിച്ച ദിവസമാണിന്ന്. 978 ഏപ്രിൽ 18 മർക്കസിന് ശിരമാകുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയ കോഴിക്കോടിലെ കാരന്നൂരിലെ കേരവൃക്ഷങ്ങൾക്കിടയിൽ അന്ന് ശിരഭാഗിയ മർക്കസ് സഖാഫത്തി സുന്നിയ അത് വലിയൊരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. മക്കത്തുൽ മുക്കറമയിലെ മുദരിസായിരുന്ന സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക മഹാനവറുകളുടെ മഹനീയ കരങ്ങളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട മർക്കസ്, ആ മർക്കസ് സഖാഫത്തി സുന്നിയ, ആ തൊടുത്തുവിട്ട ഉന്നതമായ വൈജ്ഞാനിക വിപ്ലവം, ആ മർക്കസ് സഖാഫത്തി സുന്നിയ ആരംഭിക്കുമ്പോ അതിന്റെ ആരംഭഘട്ടത്തിൽ ഉന്നതരായ പണ്ഡിതന്മാർ അവർ 1 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അവർ പ്രഖ്യാപിച്ച പദ്ധതി അപ്പോൾ പലരും പരിഹസിച്ചു. അവർ പരിഹസിച്ചു, എവിടെ നിന്നാണ് 3 അക്കം പോലും ശമ്പളം വാങ്ങാത്ത മുസ്ലിയാക്കന്മാർ എവിടെ നിന്നാണ് 1 കോടി സംഘടിപ്പിക്കുക എന്ന്. പക്ഷേ കാലം എല്ലാത്തിനും മറുപടി പറഞ്ഞു. മർക്കസ് തുടങ്ങിവെച്ച വൈജ്ഞാനികമായ വിപ്ലവം സംസ്ഥാന അതിർത്തികൾ കടന്നു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും മർക്കസിൻ തലയുയർത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കസ് സഖാഫത്തി സുന്നിയ അത് പാവപ്പെട്ടവരുടെ അത്താണിയായിട്ടാണ് നിലകൊണ്ടത്. അങ്ങനെ മർക്കസ് നടത്തിയ സേവനങ്ങൾ, ആദർശ രംഗത്ത് നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ ചില്ലറയല്ല. വിദ്യാർത്ഥികാരുടെ വികലമായ ആശയങ്ങളെ നാം ശക്തമായി നേരിട്ടിട്ടുണ്ട്. വഹാബിസത്തെ ചെറുക്കാൻ നമ്മുടെ ഉലമാക്കൾ നടത്തിയ ആ ഉന്നതമായ ശ്രമമാണ് നമ്മുടെ കേരളത്തെ IS കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിന്ന് തടഞ്ഞത്. അതിന് ഒരു പരിധിവരെ തടയിട്ടത്, അവർക്കെതിരെ ശക്തമായ പ്രതിരോധത്തിന്റെ കാവൽക്കോട്ട പണിതത് നമ്മുടെ സമസ്തയുടെ ഉലമാക്കളാണെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഇസ്ലാം മതം തീവ്രവാദത്തിന്റെ മതമാണ്, ഭീകരവാദത്തിന്റെ മതമാണെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇസ്ലാമിന്റെ സൂഫി സരണിയെ, ആ സ്പിരിച്വൽ ഇസ്ലാമിനെ ഇവിടെ പ്രതിഷ്ഠിക്കുക വഴി ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശത്തെ ലോകത്തെത്തിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചത് സമസ്തയുടെ ഉലമാക്കളാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ ചുവരെത്തുകൾ വായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. എല്ലാ പുരോഗതികളെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേ സമയത്ത് ആദർശ രംഗത്ത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അടിസ്ഥാന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമുക്ക് നേതൃത്വം നൽകാൻ അകക്കണ്ണ് പ്രവർത്തിക്കുന്ന ഉന്നതരായ, സാത്വികരായ, നിഷ്കളങ്കരായ ഉലമാക്കൾ ഉണ്ടായിരുന്നു. അവരാണ് നമുക്ക് നേതൃത്വം നൽകിയത്. അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായി. നമ്മൾ വലിയ വൈജ്ഞാനിക വിപ്ലവം സാധിച്ചു. ഇന്നെവിടെ എത്തിയെന്നറിയോ? തലപ്പാവും തൂവള്ള വസ്ത്രധാരികളുമായ പണ്ഡിതന്മാർ ശരീഅത്ത് കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മതവിഷയത്തിൽ ബിരുദം വാങ്ങുന്ന സമയത്ത് അവർക്ക് അതോടൊപ്പം തന്നെ നിയമ പഠനത്തിലും ഗവേഷണത്തിലും വൈദ്യശാസ്ത്രത്തിലും സിവിൽ അഡ്മിനിസ്ട്രേഷനിലും ബിസിനസിലും മാനേജ്മെന്റിലുമൊക്കെ ഉന്നതമായ ഡിഗ്രികൾ കരസ്ഥമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ഉലമാക്കളുടെ ആക്ടിവിസം തന്നെയാണെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അതോടൊപ്പം തന്നെ ഭൗതികമായ അക്കാഡമിക് നിലവാരമുള്ള ഉന്നതമായ കോളേജുകളിൽ നിന്ന് ഭൗതികമായ ഉന്നതമായ ഡിഗ്രികൾ വാങ്ങുന്ന പ്രൊഫഷണലുകൾ അവർ പുറത്തിറങ്ങുമ്പോൾ അവരിൽ നിന്ന് അവർ
നന്നായിട്ട് തഫ്സീർ അവർക്ക് വായിക്കാൻ അറിയാം, വ്യാഖ്യാനിക്കാൻ അറിയാം, ഹദീസ് ഗ്രന്ഥങ്ങൾ പറയാൻ അറിയാം. അങ്ങനെ മതരംഗത്തും ഭൗതിക രംഗത്തും പ്രവർത്തിക്കുന്ന ഉന്നതരായ ആളുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്ലാറ്റൂണിന്റെ അംഗങ്ങളെ, നാട് നമ്മെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന കൊച്ചു കേരളം, അക്ഷര കേരളം, സുന്ദര കേരളം എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളമെന്ന് നാം അഭിമാനത്തോടെ പറയാറുണ്ട്. ആരോഗ്യ മേഖലയിലും സാക്ഷരതയിലും ആയുർദൈർഘ്യത്തിലും ദേശീയ ശരാശരിയെക്കാളും മുന്നിലാണ് നമ്മൾ കേരളക്കാർ. കഴിഞ്ഞില്ല, വികസിത രാജ്യങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ മേഖലകളിലൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം തിരിച്ചറിയാത്തവരായിട്ട് എന്റെ പ്ലാറ്റൂൺ അംഗങ്ങൾ മാറിപ്പോകരുത്. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള, നികുതി തട്ടിപ്പ് പോലുള്ള, സാമ്പത്തിക വഞ്ചന പോലുള്ള, ഇൻസൈഡ് ട്രേഡിംഗ് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. തൊഴിലില്ലായ്മ ശക്തമായ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, അരാജക സംസ്കാരം, മൈ ലൈഫ് മൈ റൂൾ, എന്റെ ജീവിതം എന്റെ തീരുമാനം എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയെ താലോലിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണം. ധാർമ്മിക ച്യുതികൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. കൊലയും കൊള്ളയും വ്യഭിചാരവും കളവും ലഹരിയും അശ്ലീലതയും വർഗീയതയും സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തെ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തൊഴിലില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടരെ, നമ്മൾ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ പോകേണ്ടത്. സ്വഭാവ വിശുദ്ധി നമ്മൾ കാത്തുസൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും സ്വയം നവീകരണത്തിന് തയ്യാറാകണം. വിശുദ്ധരാകാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം. പ്ലാറ്റൂൺ അംഗങ്ങളുടെ ഏറ്റവും മുഖ്യമായ മോട്ടോ എന്ന് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത് സാന്ത്വന പ്രവർത്തനങ്ങളായിരിക്കണം. വീടില്ലാത്തവർ ധാരാളമുണ്ട്, നിത്യരോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ദരിദ്രരുണ്ട്, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരുണ്ട്. പാഠപുസ്തകങ്ങൾ കയ്യിലേന്തുന്ന സമയത്ത് പണിയായുധങ്ങളുടെ പിന്നാലെ പോകേണ്ട വന്ന പാവപ്പെട്ട ഹതഭാഗ്യരായ ബാല്യങ്ങളുണ്ട്. അത്തരം ആളുകളൊക്കെ തിരഞ്ഞു പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മളാണ്, പ്രിയപ്പെട്ട പ്ലാറ്റൂൺ അംഗങ്ങളെ, നമ്മളാണ് ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട SYSന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ ഫാസിസത്തെ ശക്തമായിട്ട് ചെറുക്കണം. വെറുപ്പുൽപാദിപ്പിച്ച് മനുഷ്യർക്കിടയിൽ വലിയ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നമ്മൾ നടത്തണം. അതിന്റെ അടയാളപ്പെടുത്തലുകളായിട്ട് നമ്മുടെ ഗ്രാമസമ്മേളനങ്ങൾ മാറണം, ചരിത്ര സമ്മേളനങ്ങൾ മാറണം. ചരിത്രങ്ങൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ചരിത്രങ്ങൾ അയവിറക്കാൻ മാത്രം ഉള്ളതല്ല, പുതിയ ചരിത്രങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഗ്രാമസമ്മേളനങ്ങൾ നടത്തണം. അങ്ങനെ നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഈ ധർമ്മധ്വജം കയ്യിലേന്തിയതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ നാം നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ നേരിട്ടതാണ്. നമുക്ക് പുതുമയുള്ള വിഷയമല്ല. നമ്മൾ ഒരുപാട് കല്ലേറുകൾ കൊള്ളേണ്ടി വരും, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും, അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരും, ഊരുവിലക്കുകൾ ഉണ്ടാകും, ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും, ഉപരോധം ഏർപ്പെടുത്തും. അപ്പോഴൊന്നും നമ്മൾ പതറിപ്പോകരുത്. ശക്തമായ മുന്നേറ്റം നമ്മൾ നടത്തണം. എതിർപ്പുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തൊരു കാലം നമുക്ക് വരുമെന്ന് നമ്മൾ ആരും സ്വപ്നം കാണേണ്ടതില്ല. പ്രിയങ്കരനായ വള്ളിലെ ഫൈസിയുടെ ഒരു വാചകം ഓർമ്മ വരികയാണ്. നിങ്ങൾക്ക് എതിർപ്പുകളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു കാലം വരുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ളൊരു കാലം വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ ധർമ്മത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്, നിങ്ങൾ ആശയത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന്. ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ നമുക്ക് തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും. നമ്മുടെ പൂർവ്വസൂരികളായ മുൻഗാമികൾ ഒരുപാട് മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട്. നമ്മുടെ ഒരു ഡസനോളം പ്രവർത്തകന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. കുണ്ടൂരിലെ കുഞ്ഞുവും, അമ്പലക്കണ്ടിയിലെ അബ്ദുൽ ഖാദറും, കിടങ്ങേത്തെ കുട്ടിക്കയും,
ഏറ്റുമൂച്ചിയിലെ അബ്ദുക്കയും എളങ്കൂറിലെ അബുഹാജിയും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ നൂറുദ്ദീനും ഹംസയും അബ്ദുറഹ്മാൻ ഔഫ് അടക്കമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ഈ ആദർശത്തിന്റെ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ പേരിലാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇനിയും അക്രമങ്ങൾ ഉണ്ടാകാം. നമുക്കറിയുന്ന ഓരോ കല്ലുകളും എടുത്തുവെച്ച് വലിയ സൗധങ്ങൾ പണിതവരാണ് നമ്മൾ. ആരോപണങ്ങളെ പൂമാലയായി സ്വീകരിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഊർജം സംഭരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പതറരുത്. എല്ലാ പ്രതികാരങ്ങളും ചെയ്യാനും കരുത്തുണ്ടായപ്പോഴും നമ്മൾ സഹന സമരത്തിലൂടെ പുതിയ ചരിത്രം രചിച്ചവരാണ്. നമുക്ക് ഓർമ്മയുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോ, നീതി നിഷേധങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തെ മുഴുവനും തീ കൊളുത്തിയ, ചൂടുപിടിപ്പിച്ച അതിശക്തമായ സമരം നമ്മൾ നടത്തിയത്. നമ്മുടെ കേരളത്തിലെ ആത്മീയ ജ്യോതിസായിരുന്ന വടകര മമ്മദാജി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പ്രിയങ്കരനായ KM ബഷീറിനെ മദ്യലഹരിയിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ വാഹനമോടിച്ച് കൊന്നുകളഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ആമങ്ങൾ അണിയിക്കുന്നതിന് പകരം, അദ്ദേഹത്തെ ജയിലിലാക്കുന്നതിന് പകരം ഒരു ജില്ലയുടെ അധികാരം അദ്ദേഹത്തിന്റെ കൈവെള്ളിയിൽ വെച്ചുകൊടുത്തപ്പോ കേരളത്തിലെ സുന്നികൾ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരം നടത്തി. സമരം എന്താണ്, പ്രതിഷേധം എന്താണ്, പ്രകടനം എന്താണെന്ന് പുതിയ ചരിത്രം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. 10,000 ഒരേ സമയത്ത് 14 ജില്ലകളിലും അണിനിരന്നപ്പോ 14 ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നടന്നു നീങ്ങിയപ്പോ അധികാരികളുടെ കണ്ണുകൾ തള്ളിയിട്ടുണ്ട്. ഒരു പോലീസുകാരന് വിയർക്കേണ്ടി വന്നിട്ടില്ല, ഒരു പോലീസുകാരന് ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. സമരമെന്നാൽ നീർവാതകം പ്രയോഗിക്കലും ലാത്തി ചാർജുകളും ബാരിക്കേഡ് തകർക്കലുമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് സമരത്തിന്റെ പുതിയ ചരിത്രം നമ്മൾ എഴുതിക്കൊടുത്തില്ലേ? മണിക്കൂറുകൾക്കകം ഗവൺമെന്റിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങിയാൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടാൻ ഒരാൾക്കും കഴിയില്ല. അത്രമാത്രം അവിടെ അടിത്തറയുള്ള ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് നമ്മൾ. ഇവിടെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടം അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ, നാടുകടത്താൻ എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും അവർക്കിവിടെ പൗരത്വം നിഷേധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, മുഅല്ലിമീങ്ങളെ, പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും അടിയടച്ച് പിണ്ടമക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രഖ്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വഹാബികളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ പൊള്ളയായ വികലമായ ആശയങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല. 985 സമസ്തയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നപ്പോ ഞങ്ങളുടെ സമന്വിതരായ നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സകല വഹാബിനെയും അറബിക്കടലിൽ ഞങ്ങൾ മുക്കിയിട്ടുണ്ട് എന്ന്. ആ മുങ്ങിയിടത്ത് നിന്ന് പൊങ്ങാൻ SYSന്റെ പ്രവർത്തകർ നിങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങളുടെ വികലമായ വാദങ്ങൾ ഞങ്ങൾ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുക തന്നെയും. ആശയപരമായിട്ട് നിങ്ങളെ നേരിട്ട് നിങ്ങളെ ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് വലിയൊരു ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ആരും കൊച്ചായി കാണേണ്ടതില്ല. ആരൊക്കെ പാർലമെന്റിൽ ഇരിക്കണം, ആരൊക്കെ വീട്ടിലിരിക്കണം എന്ന് തീരുമാനിക്കാൻ ശക്തിയും പ്രാപ്തിയും കേഡർ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനമെന്നത് ആരും മറന്നു പോകരുത്. ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട്, ഈ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഈ പ്രസ്ഥാനം ആവശ്യമായ സമയങ്ങളിലൊക്കെ കേരളക്കരയിൽ വ്യക്തമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയല്ല, പിന്നണിയല്ല. ഞങ്ങളുടെ മുന്നണിയും പിന്നണിയും സുന്നി മാത്രമാണ്, സുന്നി മാത്രമാണ്. അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. കേവലം ചടങ്ങുന്ന രീതിയിൽ വോട്ടവകാശം നിർവഹിച്ച് മടങ്ങി സായുജ്യമണിയുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത്, ആരൊക്കെയാണ് നിയമസഭയിലേക്ക് പോകേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ പ്രവർത്തകരെയും ആരെല്ലാം സഹായിക്കുന്നുവോ അതിന്റെ ഗുണകാംക്ഷികൾ
സാക്ഷികളായിട്ട് ആരൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഞങ്ങളെ പിന്തുണയുണ്ടാകും. അതേ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ ഏമാന്മാരുടെ അരമനയിൽ ആദർശത്തെ പണയം വെക്കാൻ ഒരിക്കലും കിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞങ്ങൾ ഉയർത്തുന്ന സ്വതന്ത്രമായ നിഷ്പക്ഷമായ രാഷ്ട്രീയ ബോധം, അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. അതേ സമയത്ത് ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ ഞങ്ങൾ അവരുടെ അടിമകളാണെന്നും ആരും വിചാരിക്കേണ്ടതില്ല. വേണ്ടെടുത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ തീജ്വാലകൾ സൃഷ്ടിക്കാൻ എന്നും ഈ പ്രസ്ഥാനം തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.